പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയിൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുറന്നിട്ടില്ല. തോരാ മഴയാണ് ഇപ്പോൾ. കല്ലാർകുട്ടി പാമ്പ്ള ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ് ഇതിൻ്റെ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഈ ഡാം ഷട്ടർ തുറന്ന സാഹചര്യത്തിൽ വന്നിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തു. ആ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ചെറു ഡാമുകളായിട്ടുള്ള കല്ലാർകുട്ടി, പാമ്പള എന്നിവയുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി മുതിരപ്പുഴയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. മാത്രമല്ല പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഒഴുക്കി പെരിയാറിലേക്കാണ് വെള്ളം ഒഴുക്കുന്നത്. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട തോതിലൊന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ കൂടിയും വരും മണിക്കൂറുകളിൽ മഴ കനക്കുകയാണ് എങ്കിൽ കൂടുതൽ വെള്ളം ഷട്ടറുകൾ ഉയർത്തി പുറത്തേക്ക് വിടും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മഴ മുന്നറിയിപ്പില്ലാത്ത പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഗ്രീൻ അലർട്ടാണ് ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറുകയാണെങ്കിൽ മാത്രമേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തുകയുള്ളൂ. നിലവിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല. മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. രാത്രിയിൽ അതിശക്തമായ മഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ സമാനമായ രീതിയിൽ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. കല്ലാർകുട്ടി പാമ്പ്ള ഡാമിൻ്റെ ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്.